വെൽക്കം ടു സാൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലി. സാൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലിയിലേക്ക് അവർക്ക് സ്വാഗതം. ഇത് ലഡു പൊട്ടുമോ പൊട്ടില്ല എന്നൊന്നും അറിയില്ല. നമ്മളൊരു പരീക്ഷണത്തിന് ഓവൻ മേടിച്ച് ഓവൻ്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ചെയ്തു നോക്കിയതാണ്. അതിനായിട്ട് നമ്മളൊരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിനായി നമ്മൾ വീട്ടിൽ കാണുന്ന കുരുമുളക്, വെളുത്തുള്ളി, നാരങ്ങയുടെ ഇല, പച്ചമുളക്, നാരങ്ങ നീര്, കാന്താരി മുളക് ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തു. ഇതെല്ലാം ചെയ്യുമ്പോഴും എന്താവുന്നൊരു പിടുത്തമില്ല. ചിക്കൻ പോയാൽ വീട്ടിൽ കലാപമായിരിക്കും. അങ്ങനെ എല്ലാം ഒന്ന് നന്നായി അരിഞ്ഞ് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചു. അതിനുശേഷം അതിലേക്ക് പൊടികളും ചേർത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്നും കൂടി അടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ചിക്കനിൽ പുരട്ടി. ചിക്കനിൽ പുരട്ടുമ്പോൾ തന്നെ മനസ്സിലായി ഇത് ലഡു പൊട്ടിയില്ലെങ്കിലും കണ്ണിന്ന് വെള്ളം പൊട്ടുണ്ടായിരുന്നു. നല്ല പുകച്ചിൽ, എങ്ങനെ കഴിക്കുന്നൊരു പിടുത്തമില്ല. അത്ര എരിവുണ്ടായിരുന്നു മസാലയ്ക്ക്, കൈയൊക്കെ പുകയുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത് ചിക്കനിലൊക്കെ പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ആണ് ഇത് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ തിരക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലിരുന്നു. അതുകൊണ്ട് നന്നായി, മസാല എല്ലാം നന്നായി പിടിച്ചു. അതിനുശേഷം നമ്മൾ പതുക്കെ ഈ ഓവൻ്റെ തന്നെ പാത്രത്തിലേക്ക് കോഴിയെ ഫുള്ളായിട്ട് കിടത്തി ഒരു ഭംഗിക്ക് ഒരു 4 സവോളയെല്ലാം അരിഞ്ഞ് അതിന് മുകളിൽ വെച്ചു. ഇതിൻ്റെ ടെമ്പറേച്ചറോ കുക്കിംഗ് രീതിയൊന്നും വലിയ പിടുത്തമില്ല. നമ്മൾ അതിൻ്റെ യൂസർ മാനുവലിൽ കാണേണ്ട പോലെയൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് ചെയ്യാം. ശരിയായില്ലെങ്കിൽ നമുക്ക് എടുത്ത് പുറത്തിട്ട് വല്ല കലത്തിലിട്ട് വേവിക്കാമെന്നൊക്കെയുള്ള മനസ്സിലാണ് ചെയ്തത്. പിന്നെ ഇതിൽ ഉപ്പും പിന്നെ എരിവൊന്ന് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് തൈരും ചേർത്തായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ചേർത്ത് നമ്മൾ ഓവനിൽ വെച്ചു. ഓവനിൽ ഗ്രില്ലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിലിട്ട് ഒരു അരമണിക്കൂർ ഒരു സൈഡും പിന്നെ മറിച്ചിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ മറ്റേ സൈഡും ആയിട്ടാണ് വേവിച്ചെടുത്തത്. പിന്നെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ വേവ് കുറവുണ്ടാവുന്നൊരു ഡൗട്ട്. പിന്നെയും ഒരു 10 മിനിറ്റും 2 സൈഡ് വേവിച്ചെടുത്തു. ലാസ്റ്റ് കുഴപ്പമില്ല, സൂപ്പറായിട്ട് കിട്ടി. ചിക്കനൊക്കെ സൂപ്പറായി. ഇനി കറണ്ട് ബില്ല് വരുമ്പോൾ വീട്ടിലെ കലാപം വരുമ്പോൾ അറിയാം എന്തായി എന്തോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്.